ഹലോ ഗായ്സ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്നാണ് നമ്മുടെ കൃപാസന മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏകദേശം 21 വർഷങ്ങൾ തികയുന്ന ആ ദിവസം. ഇന്നേ ദിവസം എന്നെപ്പോലെ ഒരുപാട് ജനങ്ങളാണ് കേട്ടോ അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും അമ്മേനെ ഒന്ന് തൊട്ട് തൊഴാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേരാണ് ഇന്ന് അവിടെ വരുന്നത്. ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞാനൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ആൾക്കാർ അങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം അവിടെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഈ അടുത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ പോകാതിരിക്കുന്ന മോശമല്ലേ? എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വെറും 20 രൂപ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന് ലേറ്റ് ആയാലും നമുക്ക് പോയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നടന്ന് നീങ്ങി ഇവിടെ എത്തുമ്പോൾ കാണുന്ന വരികളെല്ലാം പലതാണ്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒക്കെ ഒരുപാട് വരികളായി. ഓരോ ആൾക്കാർ ഇടിച്ചു കയറാനും അവിടെ ഇവിടെ വഴക്കുണ്ടാക്കാനും പല ന്യായങ്ങൾ പറയാനും അങ്ങനെ പല പല കാരണങ്ങൾ. പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എനിക്കറിയാം ഞാൻ പിൻപനാണെന്ന്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന്. ആരോടും ഒരു മറുതലിപ്പും കാണിക്കാതെ ആ വരിയിൽ ഞാൻ തുടർന്നു. എനിക്കിവിടെ മുൻ പരിചയമില്ലാത്ത 2 അമ്മമാരെ കാണാൻ സാധിച്ചു. ഈ അമ്മമാരുടെ പേര് പോലും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഇന്നേ ദിവസം ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുതേ. 2004 ഡിസംബർ 7 കേട്ടോ മാതാവ് ആദ്യമായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതും ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം പറഞ്ഞതുമൊക്കെ. 2015 തൊട്ട് ഒരുപാട് ജനങ്ങളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയിലൂടെ ജീവിതം ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദൈവിക പദ്ധതികളെല്ലാം തന്നെ സാക്ഷ്യമായി പറയുന്നതുമൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നീയൊക്കെ ഉടമ്പടി എടുക്കുമ്പോൾ നിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ നീയൊക്കെ ഒന്ന് ഉടമ്പടി എടുക്കുന്നതെന്ന്. അയ്യോ അല്ല കേട്ടോ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. നമ്മുടെ ആവശ്യങ്ങളെക്കാളുപരി നമ്മൾ ദൈവത്തെ സ്നേഹിക്കും. നമ്മൾ ചെയ്യാത്ത പല നന്മ പ്രവൃത്തികളും ചെയ്യും. ഒരുപാടുണ്ട് പറയാനായിട്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ പഠിക്കും. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ ആവശ്യങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ സ്നേഹമാണ് വലുതെന്നും ദൈവസ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് തന്നെ ഈ ഭൂമിയിൽ നേടിയാലും അതിന് പ്രയോജനമുണ്ടാകില്ലെന്നും ഒക്കെ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരുവനാണ് ഞാൻ. എനിക്ക് നിയോഗങ്ങളോ പ്രത്യേക ആവശ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഈ ഭൗതിക ആവശ്യങ്ങളെക്കാളൊക്കെ ഉപരി ദൈവത്തെ അത്രമാത്രം വിശേഷ പ്രകാരം സ്നേഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. പുറത്തിറങ്ങിയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കാണുന്നത്. ഇവരൊക്കെ എപ്പോഴാണാവോ വീട്ടിൽ ചെന്നിട്ടുണ്ടാകുന്നത്. ഈ സൈഡിൽ കാണുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അധികം ഗതാഗത തടസ്സങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പോകേണ്ട വണ്ടി കുറേ നേരമായിട്ടും വന്നില്ല. പക്ഷേ ഒരാളെൻ്റെ അടുത്ത് വന്നു. ഇവനാണ് ആൾ. ഇതിനു മുമ്പ് എന്നെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടെന്നും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ആൾ നല്ല കമ്പനിയായിരുന്നു. കുറച്ച് നേരം അവനുമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു. 3:30 മണിക്ക് വീണ്ടും പള്ളിയുടെ വാതിക്കലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വെയിലും കൊണ്ട് എത്രയോ ആളുകളാണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. ഇന്നത്തെ വിശേഷം ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.